ഫൗസിയുടെ കൊഞ്ച് റോസ്റ്റ്, ഫൗസിയുടെ മുട്ട, ഫൗസിയുടെ ചമ്മന്തി, എന്റെ അമ്മന്തി, എന്റെ മെഴുകുവരട്ടി, ഫൗസിയുടെ അച്ചാറ്, ഫൗസിയുടെ ഉപ്പിലിട്ടത്, പച്ചമുളകിലെ ബീഫ് ഫ്രൈ. യാതൊരു പ്ലാനിങ്ങും ഇല്ലാത്തൊരു യാത്ര. പെട്ടെന്ന് തീരുമാനിച്ചു, പെട്ടെന്ന് റെഡിയായി, പെട്ടെന്ന് ഒരു തട്ടിക്കൂട്ട് പൊതിച്ചോറൊക്കെ റെഡിയാക്കിയിട്ട് ഞങ്ങൾ ഇറങ്ങി. ഇത് കഴിഞ്ഞ ശനിയാഴ്ചത്തെ യാത്രയാണ് കേട്ടോ. മക്കൾക്കൊക്കെ സ്കൂൾ അവധിയായിരുന്നു, അതുപോലെ തന്നെ ഹസ്ബൻഡിന് ലീവായിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചു എവിടെയെങ്കിലും പുറത്ത് പോകാമെന്ന്. അങ്ങനെ നമ്മൾ ചോറൊക്കെ റെഡിയാക്കിയിട്ട് നമ്മൾ നേരെ വിട്ടു ഉമ്മുൽക്കൻ ബീച്ചിലേക്ക്. എപ്പോഴും റാസൽ ഗെയിമല്ലേ ചുറ്റിക്കാണുന്നത്. അപ്പോൾ ഇത്തവണ നമ്മൾ ഉമ്മുൽക്കൻ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഉമ്മുൽക്കൻ ബീച്ചിലെത്തി ഉച്ചയോടെ തന്നെ എത്തിയിരുന്നു. ബീച്ചിലായിരുന്നു നമ്മൾ എക്സ്പെക്ട് ചെയ്തത് ഭയങ്കര ചൂടും വെയിലും കാര്യങ്ങളൊക്കെയാണ്. വെയിലുണ്ടായിരുന്നെങ്കിൽ നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു. അപ്പോൾ അശോകന് ക്ഷീണം ആകാന്നില്ലേ, ഇതേ ഉണ്ടാക്ഷീണം തിണ്ടിക്കുന്നില്ലേ. അപ്പോൾ തന്നെ പായ വിരിച്ച് അവിടെ തന്നെ ഇരുന്നു. പിന്നെ ഞങ്ങൾ മക്കളിൽ നിന്ന് ഐസ്ക്രീം ഓർഡർ ചെയ്ത് കളിച്ചുകൊണ്ടിരുന്ന എല്ലാവരും ഓടി എത്തിയിട്ടുണ്ട്. അങ്ങനെ ഐസ്ക്രീമൊക്കെ എല്ലാവർക്കും തുല്യമായിട്ട് വീതിച്ച് കൊടുത്തിട്ട് നമ്മൾ കുറേ നേരം അങ്ങനെ ബീച്ചിൽ സ്പെൻഡ് ചെയ്തു. അതിനുശേഷം ഞങ്ങൾ വൈകുന്നേരത്തോടു കൂടി ഒരു സൺസെറ്റോടുകൂടി നമ്മൾ അടുത്തുള്ള ഒരു കോർണിഷിലേക്ക് നമ്മൾ പോയി. അവിടെ മക്കളൊക്കെ അവരുടേതായ ലോകത്ത് അവർക്ക് ഇഷ്ടമുള്ള റൈഡിലും ഒക്കെ ആയിട്ട് അവരുടെ ലോകത്തേക്ക് പോയി. നമ്മളിങ്ങനെ കൊച്ചു വർത്താനങ്ങളും സ്വറകളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞിങ്ങനെ ഇരുന്നു. അപ്പോൾ നമുക്കിതൊക്കെയാണല്ലോ സന്തോഷം. നമ്മൾ പ്രവാസികളായി നമുക്ക് നാടും വീടും എല്ലാം വിട്ട് നമ്മൾ വന്ന് നിൽക്കുമ്പോൾ നമുക്ക് ആകെ കിട്ടുന്നൊരു സന്തോഷം ഇത് മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട് നിങ്ങളവിടെ അങ്ങ് ആഘോഷിക്കുമല്ലേ എന്ന്. ശരിയാണ്, ഇതൊരു ആഘോഷമാണ്. നമ്മളിപ്പം ഇതൊക്കെ കഴിഞ്ഞിട്ട് നാട്ടിൽ പോയി ആഘോഷിക്കാമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ലോ ആണോ? നമ്മുടെ ജീവിതവും നമ്മുടെ പ്രായവും ഒക്കെ ഇവിടെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കില്ലേ. അപ്പോൾ നമ്മൾ എന്തിനാണ് നഷ്ടപ്പെടുത്തുന്നത്? നമുക്ക് കിട്ടുന്നത് എവിടെയാണോ അവിടെ സന്തോഷം കണ്ടെത്തുക അല്ലേ. അപ്പോൾ നിങ്ങൾ ഈ കണ്ടും കേട്ടുകൊണ്ടിരിക്കുന്നത് ഹസി സാരിഷ് ഫ്രം റാസൽ ഖൈമയാണ്. വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.